ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പറയണോ വേണ്ടയോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം പറയുന്നതാണ്. ഞങ്ങളുടെ പോസ്റ്ററുകൾ ധാരാളം വലിച്ചു കീറുന്നുണ്ട്, ഞങ്ങളുടെ ഫ്ലെക്സുകൾ ധാരാളം നശിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കൊച്ചി കോർപ്പറേഷൻ പോലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് കൃത്യമായ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടിയും നമ്മുടെ പോസ്റ്ററുകൾ ഫ്ലെക്സുകൾ അവരെടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ വാഴക്കാല ഓത്തുപള്ളി ജംഗ്ഷനിൽ വെച്ചിട്ട് ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ് പറയുന്നത്. ഇന്നാട്ടിലെ എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ വലിയ സ്വീകാര്യതയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നൽകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സ്വീകാര്യത എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓത്തുപള്ളി ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടെ ഒരു 2-3 പേർ നിൽക്കുകയും അതിലൊരുത്തൻ സ്ഥാനാർത്ഥി പര്യടനം വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അനൗൺസ്മെന്റ് വണ്ടി പോയപ്പോൾ ഈ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ ഞാൻ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ വെച്ച് തകർക്കും, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ പിന്നെ നീ അതൊന്ന് ചെയ്ത് കാണിക്കുക എന്നുള്ള രീതിയിൽ BJPയിലെ ചില പ്രവർത്തകർ പറയുന്നു. സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാഹനം അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇവൻ പോയി പരസ്യമായി നമ്മുടെ ഫ്ലെക്സുകൾ വലിച്ചു കീറുകയും പോസ്റ്ററുകൾ കീറാൻ തുടങ്ങിയ സമയത്ത് അത് പകർത്താൻ, അത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്ന പ്രവർത്തകനെ ഹെൽമെറ്റ് ഊരി തലക്കടിക്കുകയും ചെയ്തു. തലക്കടിച്ചതിന് ശേഷം ആ സമയത്ത് മറ്റുള്ളവർ ഇടപെടുകയും ഇവൻ ഇറങ്ങി ഓടി പള്ളിയുടെ സൈഡിലുള്ള ഒരു കടയ്ക്കുള്ളിലേക്ക് കയറി. ഈ ആൾക്കൂട്ടം എല്ലാം കൂടെ ഓടി കടയ്ക്കുള്ളിലേക്ക് കയറുന്നതാണ് വാഹനത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാണുന്ന കാഴ്ച. ഞാൻ ആദ്യം കരുതിയത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഈ കാര്യം കണ്ടിട്ട് അതൊരു ജ്യൂസ് കട പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഈ പിന്നീടാണ് അറിയുന്നത് എന്തോ വലിയ പ്രശ്നം നടക്കുകയാണെന്ന്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവെ കാണുമ്പോൾ BJPയുടെ പ്രവർത്തകർ എല്ലാവരും കൂടെ കയറി കടക്കകത്ത് കയറി ഒരാളെ മർദ്ദിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് ഉളവാകുന്നത്. ഞാൻ അവിടെ ചെന്ന് എല്ലാവരെയും പിടിച്ചു മാറ്റുന്നു. അപ്പോഴേ സമയത്ത് ഈ ഹെൽമെറ്റിന് അടികൊണ്ട് നമ്മുടെ BJPയുടെ ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കണ്ണാടി ഇട്ടുന്ന മനുഷ്യനാണ്. അത് പ്രായം ചെന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് ഇവൻ അടിച്ചത്. അത് യഥാർത്ഥത്തിൽ ഇവൻ വാഴക്കാലക്കാരനല്ല, ഇവൻ തൃക്കാക്കരക്കാരനല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കൃമികൾ, ഈ കേരളത്തിൽ കിടക്കുന്ന ഈ നികൃഷ്ട ജീവികൾ, ഈ തീവ്രവാദ മനോഭാവം ഉള്ളവന്മാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇവന്മാർ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിന്റെ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൃക്കാക്കരയിലെ നാട്ടുകാർക്ക്, ജനങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, BJPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ 2020യുടെ ഭാഗത്തു നിന്നോ NDAയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊന്നും ഒരു കാരണമല്ല എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു നെറുകേട് ഈ മലപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇവിടെ വന്ന് താമസിക്കുന്ന ഒരുത്തന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇത്തരം നെറുകെട്ടവന്മാരെ തിരിച്ചറിയാൻ വാഴക്കാലയിലുള്ള നല്ലവരായ നാട്ടുകാർക്ക് കൂടി കഴിയണം. ഒരു കാരണവശാലും ഇത്തരം കൃമികളെ നിങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇവനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു സീനിയർ പ്രവർത്തകനാണ് ഇവൻ ഹെൽമെറ്റ് ഊരി അടിച്ചത്. അത് ഒരു കാര്യവുമില്ലാതെ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് പരസ്യമായി നിന്ന് ഫ്ലെക്സ് കീറുന്ന ഇവനൊക്കെ നമ്മുടെ എത്രത്തോളം ഫ്ലെക്സുകളും കാര്യങ്ങളും നശിപ്പിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്തിനാണോ ഈ 3ാം സ്ഥാനത്ത് പോകും എന്ന് നിങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇത്രയേറെ ഭയപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ.